അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരലോകത്തെത്തിയാൽ നമ്മോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസർ കണ്ടെത്തുന്നത് നല്ലതാണ്. ചോദ്യം ഇതാണ്: വാൻ ഉംരി ഫീമാ അഫ്ന വാൻ ഷബാബി ഫീമാ അബ്ല. നിൻ്റെ ആയുസ് എങ്ങനെ തീർത്തു? നിൻ്റെ യുവത്വം എങ്ങനെ തുലച്ചു? കൃത്യമായ മറുപടി പറയണം. നമ്മുടെ യുവത്വം തുലച്ചത് നാം തന്നെയാണ്. അത് അടിച്ചു പൊളിച്ച് തീർത്തതാണെന്ന് അള്ളാഹുവിനോട് പറയാൻ കഴിയില്ലല്ലോ. കണ്ണിന് നല്ല പവർ ഉണ്ടായിരുന്നു. ഫുൾ ടൈം സ്ക്രീൻ ഡിവൈസ് അത് ഉപയോഗിച്ചിട്ട് കണ്ണ് വ്യാസനായി, യുവത്വമൊക്കെ നഷ്ടപ്പെട്ടു. ഭൗതികമായിട്ടും ആത്മീയപരമായിട്ടും നാം നമ്മുടെ യുവത്വം, നമ്മുടെ ആയുസ് തുലച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരം മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ പവർ പോകുന്നു. അതേപ്രകാരം റേഡിയേഷൻ കാരണത്താൽ ആരോഗ്യം ക്ഷയിക്കുന്നു. അതേപോലെ തന്നെ കോമഡിയും മറ്റു തമാശകളൊക്കെ കണ്ടിട്ട് നമ്മുടെ ആത്മീയത ചോർന്നു പോകുന്നു. അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ഒരു കാര്യം ചെയ്യുക. ഡെയിലി കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മൊബൈൽ എടുത്തിട്ട് സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് അതിൽ ഡിജിറ്റിൽ നിന്ന് കാണും, അതൊന്ന് തൊട്ട് നോക്കുക. അപ്പോൾ നമുക്കറിയാം ഒരു ദിവസം നാം എത്ര അവർ, എത്ര മിനിറ്റ് മൊബൈൽ ഉപയോഗിച്ചു. അതിൻ്റെ കണക്ക് കൃത്യമായി ഇവിടെ കാണിക്കും. അങ്ങനെ ഒരാഴ്ച നമ്മൾ ഉപയോഗിച്ചതെന്ന് എഴുതി വെക്കുക. അപ്പോൾ ഒരാഴ്ച കൊണ്ട് എത്ര മണിക്കൂർ, 24 മണിക്കൂറിൽ എത്ര സമയം നമ്മൾ മൊബൈലിന് മുമ്പിൽ ഇരിക്കുന്നു. നമ്മുടെ ആയുസ്, നമ്മുടെ യുവത്വം നാം എങ്ങനെ തുലച്ച് തീർത്തു എന്നതിൻ്റെ വ്യക്തമായ മറുപടി നമുക്ക് മൊബൈൽ തരും. പ്രിയമുള്ളവർ, മഹാനായ ജയ്ദി മഖ്ദൂം തങ്ങൾ പറയുന്നുണ്ട്, വസ്രിഫീല ത്വാഅത്തി വഖ്തക കുല്ലഹു. നിൻ്റെ മുഴു സമയവും നീ ത്വാഅത്തിലേക്ക്, ഇബാദത്തിലേക്ക് തിരിച്ചുവിടണം. ലാ തത്റുകം വഖ്തൻ സുദം മുതസാഹില. ഒരു നിമിഷം പോലും, ഒരു മൊമെൻറ്റിൽ പോലും നീ അശ്രദ്ധനാവരുത്. അത് വേസ്റ്റ് ആവാൻ പാടില്ല, നീ കളയാൻ പാടില്ല. അതിൻ്റെ മാർഗവും മാനവர்கள் പറയുന്നുണ്ട്. 24 മണിക്കൂറും ഇബാദത്ത് ചെയ്യലെങ്ങനെ? ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്. നിയ്യത്ത് കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അമലായി മാറും. അപ്പോൾ ഫൻവിബിൽ അക്ലി വശുർബി അത്തഖ്വാലൽ ഇബാദ. തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ ആരാധന ചെയ്യാൻ വേണ്ടി ശക്തി ലഭിക്കലാണ് എൻ്റെ ലക്ഷ്യം എന്നതിന് നിയ്യത്ത് വെക്കുക. എന്നാൽ അത് ഇബാദത്തായി. വബിന്നോമി ദഫ്അൽ മലലി വസാമതി ഫിൽ ഇബാദത്തി. ഉറങ്ങുമ്പോൾ നീ നിയ്യത്ത് വെക്കുക, എൻ്റെ ക്ഷീണം മാറുക, മടി പോവുക, എനിക്ക് നവോന്മേഷമുണ്ടാവുക, ആക്റ്റീവാവുക, അതിനു വേണ്ടിയാണ് ഞാൻ ഉറങ്ങുന്നത് എന്ന് നിയ്യത്ത് വെക്കുക. വബിൽ ജിമായി. സംയോഗം ചെയ്യുമ്പോൾ നീ കരുതുക, തഫ്സീന ദീനിക വ തക്സീറൽ ഉമ്മത്തിൽ മുസ്ലിമ. മുസ്ലിം ഉമ്മത്തിൻ്റെ വർധനവ്, എൻ്റെ ദീൻ്റെ സംരക്ഷണം, അതാണ് ഇതുകൊണ്ട് ഞാൻ ലക്ഷ്യം വെക്കുന്നത് എന്ന് നിയ്യത്ത് വെക്കുക. വഹാക്കല സു കുല്ല മുബാഹിൻ ഫി ബൂക്കത്തിൻ നിയ്യത്തി തഖ്റുജു ത്വാഅത്തൻ വൈബ. ഇങ്ങനെ നീ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും നിയ്യത്ത് വെച്ചാൽ അത് ഇബാദത്താക്കി മാറ്റാൻ എനിക്ക് കഴിയുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു നിമിഷം പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. 24 മണിക്കൂറും നാം ഉപയോഗപ്പെടുത്തി എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക്കലായി, വ്യവസ്ഥാപിതമായി ചെയ്യാൻ നമ്മൾ പഠിക്കുക. നമ്മുടെ സമയങ്ങളൊക്കെ ദിക്ർ, സ്വലാത്ത്, ഖുർആൻ പാരായണം, നിസ്കാരം, മറ്റുള്ള ഇബാദത്തിന് വേണ്ടി വിനിയോഗിക്കുക. അതേപ്രകാരം ഉറങ്ങുമ്പോഴും തിന്നുമ്പോഴും സംയോഗം ചെയ്യുമ്പോഴൊക്കെ നിയ്യത്ത് വെക്കുക. എന്നാൽ നമ്മുടെ മുഴുവൻ സമയവും നമുക്ക് ഇബാദത്തിന് വേണ്ടി തിരിച്ചുവിടാൻ കഴിയും. നാളെ പടച്ച റബ്ബ് നമ്മോട് ചോദിക്കുമ്പോൾ നിൻ്റെ ആയുസ് നീ എങ്ങനെ ചിലവഴിച്ചു, നിൻ്റെ യുവത്വം എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കുമ്പോൾ വളരെ ഭംഗിയായി, മനോഹരമായി, വസ്തുനിഷ്ഠമായി നമുക്ക് ക്ലാരിറ്റിയോടുകൂടെ, നെഞ്ചുറപ്പോടുകൂടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയാൻ കഴിയും. അള്ളാഹു അതിനെ എളുപ്പമാക്കി സാധിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.